അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ചതി ഒരു യുദ്ധത്തിലേക്കാണ് എത്തിയത്. പക്ഷേ അവിടെ എണ്ണം വളരെ പ്രധാനമാണ്. സഹാബിമാർ ഏതാണ്ട് 10ഓളം പേര് മാത്രമാണ് ഉള്ളത്. അവർ മതം പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ യുദ്ധത്തിനാവശ്യമായ സാധനങ്ങളോ സാമഗ്രികളോ ഒരുക്കങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവർ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സാധ്യമായ രൂപത്തിലെല്ലാം ചെറുത്തു നിന്നു. തുടർന്നുണ്ടായത് വലിയ ഒരു അമ്പ് യുദ്ധമായിരുന്നു. ആ അമ്പ് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊരു യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരുന്നല്ലോ. അതുകൊണ്ടാണ് കഴിയാതെ വന്നത്. ഏതായിരുന്നാലും സഹാബിമാർ ഓരോരുത്തരായി ഷഹീദാവാൻ തുടങ്ങി. ഏതാണ്ട് 7 പേർ, 10 പേരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന സങ്കല്പം വെച്ച് പറയുകയാണ്. ഏതാണ്ട് 7 പേരും വീണു, ഷഹീദായി. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാനുള്ള ദൗത്യ ശ്രമത്തിനിടയിൽ ധീര സ്വർഗം പ്രാപിച്ചു. 3 പേരാണ് ബാക്കിയുണ്ടായിരുന്നത്. അവരോട് താഴെ നിൽക്കുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾ ഇറങ്ങി വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് അഭയം നൽകാം, നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ധൈര്യമായി ഇറങ്ങി വരാം, നിങ്ങൾക്ക് വേണ്ട സുരക്ഷ അഭയം ഞങ്ങൾ നൽകാം, വാക്കാണ്. അങ്ങനെ കേട്ടപ്പോൾ പിന്നെ ആസിം റളിയല്ലാഹു തആല അൻഹു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് ഇറങ്ങാം, നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പോയ നിലക്ക് ഇനി അതേ മാർഗമുള്ളൂ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ദസിന റളിയല്ലാഹു അൻഹു എന്നിവരാണ് അവശേഷിക്കുന്നവരിൽ 2 പേർ. പിന്നെ ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ പേരെന്താണ് എന്ന് ചരിത്രങ്ങൾ അത്ര കൃത്യമായും കണിശമായും പറയുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെ അവർ ഇറങ്ങി. താഴെ നിൽക്കുന്നവർ തങ്ങളോട് കാരുണ്യം കാണിക്കും, അഭയം നൽകും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, തങ്ങളുടെ കൈപ്പാട്ടിലെത്തിയതും അവർ ബലിഷ്ഠമായ കയറുകൾ കൊണ്ട് അവരെ 3 പേരെയും ബന്ധിച്ചു. എന്നിട്ട് തങ്ങളോടൊപ്പം വരാൻ വേണ്ടി അവർ ആജ്ഞാപിച്ചു. ആ ഒരാളുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അയാൾ പറഞ്ഞു, ഞാൻ വരില്ല. അയാൾ അവരോട് ചെറുത്തു നിന്നു. മറ്റുള്ളവരും ചെറുത്ത് നിൽക്കുന്നുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവും സെയ്ദ് റളിയല്ലാഹു അൻഹുവും ചെറുത്ത് നിൽക്കുന്നുണ്ട്, അനിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട്, വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്, പ്രതിഷേധവും പ്രതികാരവും എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടേത് കുറച്ച് ശക്തമായിരുന്നു. അത് അവരെ പെട്ടെന്ന് കോപാകുലരാക്കി. അതുകൊണ്ട് അവർ അവിടെ തന്നെ ഇട്ട് അയാളെ കൊന്നുകളഞ്ഞു. പിന്നെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവും സെയ്ദ് റളിയല്ലാഹു അൻഹുവും മാത്രമാണ് ബാക്കിയുള്ളത്. അവശേഷിക്കുന്ന 2 ആൾക്കാരുമായിട്ട് അവർ നേരെ മക്കായിലേക്ക് പോയി. അവർ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാന്മാരാണ്. എന്ന് പറഞ്ഞാൽ വളഞ്ഞ ബുദ്ധിയുടെ ആൾക്കാരാണ്. കാരണം അവർക്കറിയാം, ഈ ഹുബൈബിനെ വധിച്ചിട്ട് അല്ലെങ്കിൽ ഈ സെയ്ദിനെ വധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അതിനേക്കാൾ ബുദ്ധി ഇവരെ മക്കയിൽ കൊണ്ടുപോയി അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കുന്നതായിരിക്കും. നല്ല വില കിട്ടും. കാരണം ഇവർ 2 പേരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. ഇവർ 2 പേരുടെയും കരങ്ങളാൽ മക്കായിലെ പല പ്രധാനികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രധാനികളുടെ മക്കൾ, വേണ്ടപ്പെട്ടവർ ഇവരെ നല്ല വില കൊടുത്ത് തന്നെ വാങ്ങും. എന്നിട്ട് തങ്ങളുടെ സ്വന്തക്കാരുടെ ദുരന്തത്തിന് പകരമായി, പ്രതികാരമായി അവർ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു പദ്ധതിയാണ് ഇട്ടത്. അതായത് ഇസ്ലാമിനോടുള്ള വെറുപ്പ്, അവരുടെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. ഇസ്ലാമിനോട് അവർ ചെയ്തിരിക്കുന്നത് ചതിയാണ്. ആ ചതിയെയും ആ വെറുപ്പിനെയും കച്ചവടമാക്കി മാറ്റാനുള്ള ഒരു ടെൻഡൻസി, ഒരു ത്വര, അതാണ് അവർക്കുള്ളത്. അവർ നേരെ ഇവർ 2 പേരുമായി മക്കയിലെത്തി.
ജനങ്ങളെല്ലാം ഓടിക്കൂടി. പ്രത്യേകിച്ചും ബദറും ഉഹദും രണ്ടിലും ഏറ്റ മാനസികമായ വേദന അവരുടെ ഉള്ളിൽ കടന്ന് കത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും വിൽക്കാൻ പോവുകയാണ്, ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ആൾക്കാർ പുരുഷാരം ഓടിക്കൂടി. സെയ്ദ് ബിനു ദഫിനയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് മക്കയിലെ നേതാവായിരുന്ന സഫ്വാൻ ബിൻ ഉമയ്യ പറഞ്ഞു, ഇവനെ എനിക്ക് വേണം. അവർ ചോദിച്ച വില നൽകി സെയ്ദ് ബിൻ ദഫിന റളിയല്ലാഹു അൻഹുവിനെ സഫ്വാൻ ബിൻ ഉമയ്യ വാങ്ങി. സഫ്വാൻ ബിൻ ഉമയ്യയുടെ പിതാവ് ഉമയ്യത്തടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രതികാരമായി സെയ്ദ് ബിൻ ദഫിന റളിയല്ലാഹു അൻഹുവിനെ സഫ്വാൻ ബിൻ ഉമയ്യ കൊന്നുകളഞ്ഞു. ഇനി ആ കൂട്ടത്തിൽ അവശേഷിക്കുന്നത് ഖുബൈബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഖുബൈബ് വലിയ വികാരമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. കാരണം താൻ എത്തിപ്പെട്ടിരിക്കുന്ന ഈ മരണത്തിൻ്റെ മുഖത്തിലും അദ്ദേഹം തൻ്റെ ആത്മവിശ്വാസം, മനോധൈര്യം കളഞ്ഞു കുളിച്ചില്ല. മോമിനികൾ ആരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഖുബൈബിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട്, കേൾക്കാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.